everyone, it's me Ashika and you're watching Easy Medicos. Okay, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സെല്ലിലുള്ള നോൺ മെംബ്രെയിൻ ബൗണ്ട് അല്ലെങ്കിൽ ഓർഗനൽസ് വിത്തൗട്ട് ലിമിറ്റിംഗ് മെംബ്രെയിൻ ആണ് നോക്കാൻ പോകുന്നത്. റൈബോസോംസ് ആൻഡ് സൈറ്റോസ്കെലിറ്റൻസ്. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഒരു റൈബോസോംസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. ആൻഡ് ഇത് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഒന്നൊരു ഗ്ലാനുലാർ അല്ലെങ്കിൽ സ്മോൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു റൈബോസോമിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഗ്രെയിൻസ് പോലെയുള്ള ചെറിയ ചെറിയ ഒരു സ്മോൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു റൈബോസോംസ്. ആൻഡ് ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 നാനോമീറ്റർ ആണ്. ആൻഡ് ഈ റൈബോസോംസ് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 35% പ്രോട്ടീനും 65% RNA അടങ്ങിയതാണ് ഈ ഒരു റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ ശ്രദ്ധിക്കുക. ആൻഡ് ഇതിലുള്ള ഈ ഒരു RNA, നമ്മുടെ റൈബോസോമിൽ കാണുന്ന RNA നമ്മൾ rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈബോസോംസ് എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെല്ലിൽ നമുക്ക് റൈബോസോംസിനെ രണ്ട് രീതിയിൽ കാണാൻ സാധിക്കുന്നു. ഒന്നെങ്കിൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് മാറുന്നുണ്ട്. സോ നമ്മുടെ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു റൈബോസോംസിനെ കാണാൻ കഴിയുന്നുണ്ട്. സോ നമ്മുടെ സെല്ലിൽ രണ്ട് തരത്തിൽ നമുക്ക് റൈബോസോംസിനെ കാണാം. ഒന്നെങ്കിൽ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫ്രീലി നമ്മുടെ ഈ ഒരു സൈറ്റോപ്ലാസ്റ്റിലും കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റൈബോസോമിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലിൻ്റെ പ്രോട്ടീൻ ഫാക്ടറീസ് എന്നറിയപ്പെടുന്നത് ഈ ഒരു റൈബോസോംസ് ആണ്. സിന്തസിസ് എങ്ങനെയാണ്, ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ജനറ്റിക് കോഡോൺ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നിട്ടും ഈ ഒരു റൈബോസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ള ജനറ്റിക് കോഡോണിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു റൈബോസോംസ് അമിനോ ആസിഡ്സിനെ സ്മോൾ യൂണിറ്റ് ഓഫ് പ്രോട്ടീൻസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ സെല്ലിൽ ഒരു പ്രോട്ടീനിൻ്റെ സിന്തസിസ് നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റൈബോസോമിനെ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈബോസോംസ് ആണെങ്കിൽ നമ്മുടെ എൻസൈം പ്രോട്ടീൻസ്, ഹോർമോണൽ പ്രോട്ടീൻസ്, ലൈസോസോമൽ പ്രോട്ടീൻസ് ആൻഡ് നമ്മുടെ സെൽ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ സിന്തസിസിന് കാരണം. ആൻഡ് ഈ ഒരു സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കാണുന്ന റൈബോസോംസ് ആണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, പെറോക്സിസോം, മൈറ്റോകോൺട്രിയ ഇവിടെയൊക്കെയുള്ള പ്രോട്ടീൻ സിന്തസിസിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കാണുന്ന റൈബോസോംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈബോസോംസ് നോക്കി. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണെന്ന് പറഞ്ഞു. ഗ്രാനുലാർ സ്മോൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന അത്ര സ്ട്രക്ചേഴ്സ് ആണ് ഈ റൈബോസോം. 15 നാനോമീറ്റർ ആണ്. 35% പ്രോട്ടീനും 65% RNAയും അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു റൈബോസോം. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടോ കാണുന്നുണ്ട്. ആൻഡ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പ്രോട്ടീൻ ഫാക്ടറീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനായിട്ടുള്ള സൈറ്റോസ്കെലിറ്റനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ത്രൂ ഔട്ട് ഈ ഒരു സൈറ്റോസ്കെലിറ്റനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ സെല്ലിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതും കൂടാതെ നമ്മുടെ സെല്ലിനൊരു സപ്പോർട്ട് നൽകുന്നതും ഈ ഒരു സൈറ്റോസ്കെലിറ്റനാണ്. ഇത് മാത്രമല്ല നമ്മുടെ സെല്ലുലർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടാതെ എക്സ്റ്റേണൽ സ്റ്റിമുലസിനെതിരെയുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു സൈറ്റോസ്കെലിറ്റൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ സൈറ്റോസ്കെലിറ്റൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ആൻഡ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 3 പ്രോട്ടീൻ കോമ്പോണൻസ് വെച്ചിട്ടാണ്. സോ 3 പ്രോട്ടീൻ കോമ്പോണൻസിൻ്റെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഈ ഒരു സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൈക്രോട്യൂബ്യൂൾസും ഇൻ്റർമീഡിയറ്റ് ഫിലമെൻസും മൈക്രോ ഫിലമെൻസും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സൈറ്റോസ്കെലിറ്റൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ്, ഹോളോ ആൻഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മുടെ ഈ ഒരു സൈറ്റോസ്കെലിറ്റനിൽ കാണുന്ന സ്ട്രെയിറ്റ്, ഹോളോ ആൻഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിട്ടുള്ള ട്യൂബിലിൻ്റെ ധാരാളം സബ് യൂണിറ്റ്സ്, ട്യൂബുലിൻ സബ് യൂണിറ്റ്സിൻ്റെ ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാം ആൽഫ സബ് യൂണിറ്റ്സും ബീറ്റ സബ് യൂണിറ്റ്സും ആയിട്ട്. അപ്പം ഇത്തരത്തിലുള്ള ധാരാളം ട്യൂബുലിൻ സബ് യൂണിറ്റ്സ് ബണ്ടിൽ പോലെ അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് ആണ് നമ്മുടെ ഈ സൈറ്റോസ്കെലിറ്റനിൽ നമ്മൾ കാണുന്ന പ്രോട്ടീൻ കമ്പോണൻസിൽ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. ആൻഡ് ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 to 30 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രക്ചറലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇറ്റ് ആക്ട്സ് ആസ് കൺവെയർ ബെൽസ് അതായത് സെക്രട്ടറി വെസിക്കിൾസിൻ്റെയും ഗ്രന്യൂൾസിൻ്റെയും മൈറ്റോകോൺട്രിയ പോലുള്ള ഓർഗനൽസിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് സഹായിക്കുന്നു. കൂടാതെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് അതായത് നമ്മുടെ മൈറ്റോസിസിൻ്റെ സമയത്ത് ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഈ ഒരു സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷനും ഈ ഒരു മൈക്രോട്യൂബ്യൂൾസ് സഹായിക്കുന്നു.
അടുത്ത പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രിയോൾസിൻ്റെയും കൂടാതെ നമ്മുടെ സെല്ലിലുള്ള മറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള സീലിയൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും മൂവ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റ് പ്രോട്ടീൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോട്യൂബ്യൂളാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്നതാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അത് പെരിഫറി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ അവിടെയൊക്കെ വരെ നമ്മുടെ ഒരു ന്യൂക്ലിയസ് മുതൽ പെരിഫറി വരെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സിനെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 നാനോമീറ്റർ ആണ്. ആൻഡ് ഇത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രസ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ധാരാളം റോപ്പ് ലൈക്ക് പോളിമേഴ്സ് വെച്ചിട്ടാണ് ഫൈബ്രസ് പ്രോട്ടീൻ ആയിട്ടുള്ള റോപ്പ് ലൈക്ക് പോളിമേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സബ് ക്ലാസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കെരാറ്റിൻ, ഗ്ലയൽ ഫിലമെൻറ്റ്സ്, ന്യൂറോ ഫിലമെൻറ്റ്സ്, വൈമറ്റിൻ ആൻഡ് ഡെസ്മിൻ. ഈ ഒരു കെരാറ്റിനെ നമുക്ക് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിൽ കാണാൻ സാധിക്കും. ഈ ഗ്ലിയൽ ഫിലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ആസ്ട്രോസൈറ്റ്സിലും, ന്യൂറോ ഫിലമെൻറ്റ്സ് ന്യൂറോൺസിലും, വൈമറ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ധാരാളം കുറേ പലതരത്തിലുള്ള സെൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഡെസ്മിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മസിൽ ഫൈബേഴ്സിലാണ് കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സബ് ക്ലാസസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടാതെ അഡ്ജസൻറ്റ് സെല്ലുമായിട്ടുള്ള കണക്ഷൻ ഡെസ്മോസോംസ് വഴി അഡ്ജസൻറ്റ് സെൽസുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് സഹായിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത പ്രോട്ടീൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ഫൈൻ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു സൈറ്റോസ്കെലിറ്റൻ്റെ. ആൻഡ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 to 6 നാനോമീറ്റർ ആണ്. ആൻഡ് ഇത്തരത്തിലുള്ള ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് നോൺ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആക്റ്റിനും മയോസിനും വെച്ചിട്ടാണ്. സോ നോൺ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആയിട്ടുള്ള ആക്റ്റിനും മയോസിനും വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ ഒരു ആക്റ്റിനെയാണ്. മയോസിനെക്കാളും കൂടുതൽ എമൗണ്ടിൽ നമുക്ക് ആക്റ്റിൻ മോളിക്യൂളിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ത്രൂ ഔട്ട് മൈക്രോ ഫിലമെൻറ്റ്സിനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൈറ്റോപ്ലാസത്തെ കുറിച്ച് പറഞ്ഞപ്പം സൈറ്റോപ്ലാസ്മിക് ഏരിയ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്ടോപ്ലാസും എൻഡോപ്ലാസും. സോ നമ്മുടെ ഈ എക്ടോപ്ലാസം അതായത് നമ്മുടെ സെൽ മെംബ്രെയിനോട് അടുത്ത് കിടക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ആക്റ്റിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ബട്ട് എൻഡോപ്ലാസിൽ അതായത് നമ്മുടെ ന്യൂക്ലിയസിനൊക്കെ സറൗണ്ട് ചെയ്ത് വരുന്ന ഇന്നർ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഏരിയയിൽ നമുക്ക് ബോത്ത് ആക്റ്റിൻ ആൻഡ് മയോസിൻ മോളിക്യൂളിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്റ്റിൻ മോളിക്യൂളാണ് ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ഈ ഒരു ആക്റ്റിൻ മോളിക്യൂളിനെയാണ് കാണാൻ കഴിയുന്നത് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ ഫിലമെൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ സ്ട്രെങ്ത്. ഓക്കെ, നമ്മുടെ സെല്ലിന് സ്ട്രക്ചറൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് പുള്ളിംഗ് ഫോഴ്സസിനെതിരെയുള്ള റെസിസ്റ്റൻസും കൂടാതെ സെല്ലുലാർ മൂവ്മെൻറ്റ്സ് അതായത് ഗ്ലൈഡിങ്ങും കൺട്രാക്ഷനും പിന്നെ നമ്മുടെ ഈ സൈറ്റോകൈനസിസ് അതായത് സെൽ ഡിവിഷൻ്റെ സമയത്തുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ ആ ഒരു ഡിവിഷൻ ആ ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ സൈറ്റോകൈനസിസ് അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു മൈക്രോ ഫിലമെൻറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലായിട്ടുള്ള റൈബോസോംസിനെ കുറിച്ചും സൈറ്റോസ്കെൽറ്റനെ കുറിച്ചും നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് തന്നെ സജഷൻസോ ഒപ്പീനിയൻസോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്